ഏകദേശം 42.7 മീറ്റർ ടോൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു നിങ്ങളെ കാണുന്നത്. കൂടാതെ ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 272 സ്റ്റെപ്പ് ഉണ്ട്. അതിനെല്ലാം പല പല കളേഴ്സ് ആണ്. നിങ്ങൾ മലേഷ്യ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വരുന്ന സ്കാം ചെയ്യപ്പെട്ട ഒത്തിരി പൈസ പോകും. ഏറ്റവും ചീപ്പായിട്ട് ഇവിടെ ഉള്ള ഡയറക്റ്റ് ഡീലറാണ് കൈരളി ട്രയൽസ് എന്ന് പറഞ്ഞ ഏജൻസി. അവർ ത്രൂ മാത്രം വരിക. നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ച് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സത്യം പറയാല്ല, നിങ്ങൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് കയറി ഷോപ്പ് ചെയ്യില്ലെന്നേ ഞാൻ പറയുള്ളൂ. തീം പാർക്ക് അവിടെ ഒരു സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടിയാണ്. അവിടെ നിങ്ങൾ ചിന്തിക്കുന്നതല്ല, ലോകോത്തര എല്ലാ ബ്രാൻഡുകളും ഈ മലയുടെ മുകളിലുണ്ട്. എല്ലാ ബ്രാൻഡുകളും. ഇന്ന് മലേഷ്യയിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആയിരുന്നു. ഇന്ന് ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോഴാണ് ഒരു കൂളിംഗ് മിസ്റ്റ് സിസ്റ്റം കണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സംഭവമാണ്. ടെമ്പറേച്ചർ ഡൗൺ ചെയ്യാൻ, നല്ല തണുപ്പ് അകത്തിരിക്കാം, പക്ഷേ പുറത്ത് നല്ല ചൂടും. റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ. ഞങ്ങൾ ഇന്ന് സെക്കൻഡ് ഡേ ബാറ്റു കേവ്സിലാണ് പോയത്. ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഏകദേശം 42.7 മീറ്റർ ടോൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു നിങ്ങളെ കാണുന്നത്. കൂടാതെ ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 272 സ്റ്റെപ്പ് ഉണ്ട്. അതിനെല്ലാം പല പല കളേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോഴാണ് കാണേണ്ടത്. നമുക്ക് വഴിയെ കാണാം. ഞാൻ എന്താണേലും സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങളോട് ഉണ്ടായിരുന്ന ഒരു 10-12 പേരുണ്ടായിരുന്നു. ആകെ കുറച്ച് പേര് മാത്രമേ കയറാൻ തീരുമാനിച്ചുള്ളൂ. താഴെ ഈ പക്ഷികളൊക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കണം, ചില ഡ്രസ്സുകൾ മാത്രമേ ഇവിടെ അലൗഡ് ഉള്ളൂ. എല്ലാ ഡ്രസ്സും ഒന്നും അലൗഡ് അല്ല. നമ്മൾ കയ്യിൽ എല്ലാം കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ ഇതിൻ്റെ അകത്ത് അവർ അലൗ ചെയ്യുള്ളൂ. വളരെ സൂക്ഷിക്കണം കേട്ടോ വരുമ്പോൾ. എന്താണേലും ഞാൻ കയറാൻ തീരുമാനിച്ചു. ഞാൻ കയറാൻ സ്റ്റാർട്ട് ചെയ്തു. താഴെ നിന്ന് കയറിയപ്പോൾ എളുപ്പമാണെന്ന് വിചാരിക്കും, പക്ഷേ നല്ല പാടാണ്. ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. ഒത്തിരി പ്രായമുള്ളവരൊക്കെ കയറുന്നുണ്ട്. സംഭവം ഏതായാലും നമുക്ക് കയറി എന്താണ് അകത്തുള്ള സംഭവം എന്ന് എനിക്ക് കണ്ടേ മതിയാവുള്ളൂ. സൈഡിൽ കൂടെ പോകുമ്പോൾ വാട്ടർഫോൾസ് ഒക്കെ കാണും. എങ്ങനെയാണെങ്കിലും സൈഡിലൂടെ പോകാൻ വേണ്ടി തന്നെ ഞാൻ തീരുമാനിച്ചു. പോയപ്പോഴാണ് കണ്ടത് കുരങ്ങന്മാർ അവിടെ ഇവിടെ നിന്ന് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം തട്ടിപ്പറിക്കാൻ നോക്കും. വളരെ സൂക്ഷിക്കണം. കയ്യിലുള്ള സൺഗ്ലാസസ്, ഫോണ്, ഫുഡ് ഐറ്റംസ് എല്ലാം തട്ടിപ്പറിക്കുമാർ. അത്ര ട്രെയിൻഡ് ആയിട്ടുള്ള മങ്കീസാണ്. പോകുമ്പോൾ ഭയങ്കര നിഗൂഢതകളായിട്ട് നമുക്ക് തോന്നും. മേളിലും താഴേക്ക് നോക്കി ഒരു കുറച്ചുകൂടെ മേളിലോട്ട് കയറുമ്പോൾ അങ്ങോട്ട് പേടി വരാൻ തോന്നും. കാരണം ഇതിൻ്റെ സ്ട്രക്ചറും നിങ്ങൾ ചിന്തിച്ചാൽ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോവും. മനുഷ്യൻ ഉണ്ടാകുന്നതിനേക്കാൾ മുന്നേ ഉള്ള കേവാന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അത്ര മനോഹരമായിട്ട് നേച്ചർ തന്നെ ഒടുക്കി വെച്ചിരിക്കുന്നൊരു കേവാണ്. എന്താണേലും കുറേ ആൾക്കാർ ഇവിടെ കയറുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ, ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ട്. ഭയങ്കര ചൂടാണ്. എങ്കിലും ആൾക്കാരുടെ വരവിനൊരു കുറവുമില്ല. കോടിക്കണക്കിന് രൂപ ഡെയിലി ഫ്ലോ ചെയ്യുന്നൊരു ബിസിനസ് പ്ലേസ് ആണ്. ഒരു ബിസിനസ് സെൻ്റർ ആയിട്ട് വേണമെങ്കിൽ പറയാം. കുരങ്ങന്മാരൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്ക് നല്ല പേടി വരും നമ്മളെ തട്ടിപ്പറിക്കാൻ വേണ്ടി. പക്ഷേ ഒന്നും പേടിക്കണം, നമ്മളതിനെ മൈൻഡ് ചെയ്തിരുന്നാൽ മതി. എന്തെങ്കിലും തീറ്റ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പുറകെ ഒന്നും മാറത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പെട്ടെന്ന് തോന്നിയാണ്. അതായത് ഫ്രഷ് ജ്യൂസ് കോക്കനട്ട് സ്റ്റോൾസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ബിസിനസ് എല്ലാം തുടങ്ങാം, മലേഷ്യയിൽ തുടങ്ങാം. ഉറപ്പായിട്ടും വിജയിക്കുന്ന പരിപാടിയാണ് ഫ്രഷ് ജ്യൂസ് കോക്കനട്ട് സ്റ്റാൾ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, എങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസസ് ഇവിടെ ഭയങ്കര കുറവാണ്. ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ വന്ന് സ്റ്റോൾ ഇട്ടു. പിന്നെ രണ്ടാമത് ഇൻസ്റ്റൻറ്റ് ഫോട്ടോ പ്രിൻറ്റിങ്. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അപ്പം തന്നെ ഒരു പ്രിൻറ്റിങ് മെഷീനും വാങ്ങിക്കുക. ഫോട്ടോ എടുക്കാൻ ചെറിയൊരു ക്യാമറ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഫോണിൽ തന്നെ എടുക്കാൻ കഴിവുള്ളവരാണ് അങ്ങനെ എടുക്കുക. വന്ന് നിന്നാൽ മതി. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. വെറും 5 രൂപ ചാർജ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു ഡെയിലി 1000കണക്കിന് ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യം ഗ്യാരണ്ടി ആണ്. പിന്നെ മൂന്നാമതൊരു കിടിലൻ ബിസിനസ് ഐഡിയ പറഞ്ഞിട്ട് ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അവരിവിടെ വരുമ്പോഴായിരിക്കും അറിയുന്നത് ഈ ഡ്രസ്സ് അലൗഡ് അല്ലെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ, കുറച്ച് അടിപൊളിയായിട്ടുള്ള ഷോൾസും അതുപോലെ പുറത്തോട്ട് ഇടാൻ പറ്റുന്ന ജാക്കറ്റ്, ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഉണ്ടെങ്കിൽ 100% സക്സസ് അവിടെ ഉറപ്പുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ മങ്കി സേഫ് ബാഗുകൾ കിട്ടും. അതൊന്നും ഞാനിവിടെ കണ്ടേയില്ല. നിങ്ങളതിവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് പ്ലേസ് ആയിരുന്നു. രണ്ടാമത് ഞങ്ങളൊരു ഷോപ്പിങ്ങിനാണ് ഇവർ കൊണ്ടുപോയത്. ഈ സത്യം പറയാല്ല, നിങ്ങൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് കയറി ഷോപ്പ് ചെയ്യില്ലെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് അതുപോലെ പൈസയുണ്ട്, വെറുതെ കളയാനാണെങ്കിൽ ചെയ്തു. പക്ഷേ ഈ സെയിം സാധനം പുറത്ത് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും. ഇതെല്ലാം കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. ഞങ്ങൾ പിന്നെ പോയൊരു കിഡിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കത്തില്ല. കണ്ടു നോക്ക്, ശരിക്കും നിങ്ങൾ ഞെട്ടും. ജെൻലിംഗ് ഹൈലൻഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഒരു മൗണ്ടൻ്റെ എനിക്കത് മലേഷ്യയുടെ ഏറ്റവും ടോപ്പിലാന്ന് തോന്നുന്നു. ഒരു കേബിൾ കാറയിൽ ഞങ്ങളെ കൊണ്ടുപോയി ആ മോളിൻ്റെ ഏറ്റവും മലയുടെ മണ്ടയിൽ ഒരു മോള്, ഇപ്പോൾ ലുലു മോള് പോലെ അതൊന്നും അല്ല, അതിനേക്കാളും വലിയൊരു മോളും പാർക്കും ഒക്കെ എങ്ങനെയാ മലയുടെ മേളിൽ അവരുണ്ടാക്കി സൃഷ്ടിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. അത്ര കിടിലൻ എഫേർട്ടാണ് അതിനുവേണ്ടി അവർ എടുത്തിരിക്കുന്നത്. ഇനിയും ഈ കേബിൾ കാർ കയറാൻ വേണ്ടി എല്ലാവരും ഈ കിടന്ന് ഓടുന്നത് നമുക്ക് പ്രീ ബുക്ക് ചെയ്യണം. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ മലേഷ്യ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വരുന്ന സ്കാം ചെയ്യപ്പെട്ട ഒത്തിരി പൈസ പോകും. ഏറ്റവും ചീപ്പായിട്ട് ഇവിടെ ഉള്ള ഡയറക്റ്റ് ഡീലറാണ് കൈരളി ട്രയൽസ് എന്ന് പറഞ്ഞ ഏജൻസി. അവർ ത്രൂ മാത്രം വരിക. നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ച് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ഗ്യാരണ്ടീഡാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്ന കേബിൾ കാറിനെ പറ്റി ഞാനൊന്ന് പറയട്ടെ.
സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് കേബിൾ കാർ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ആ ക്ലൗഡ്സിൻ്റെയും അത് മേഘങ്ങളുടെയും റെയിൻ ഫോറസ്റ്റിൻ്റെയൊക്കെ ഇടയിലൂടെ പോകുന്നൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഡ്രൈവിംഗ് ഒക്കെ ആൾക്കാർ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ കാണണം. എന്ത് രസമാണെന്നറിയും, മലയൊക്കെ കയറുന്ന എന്ത് ബ്യൂട്ടിഫുള്ള റോഡുകളാണ്, നമ്മൾ ഒരിക്കലും മടുക്കത്തില്ല. ഇനിയും ശ്രദ്ധിക്കേണ്ട 2 കാര്യം ഇവിടെ പറയാം. നിങ്ങൾ ഈ കേബിൾ കാർ കയറി കഴിഞ്ഞാൽ 2 സ്റ്റോപ്പുണ്ട്. ആദ്യത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിൻ സ്വീ ടെമ്പിൾ, ഒരു മിഡ് വേ സ്റ്റോപ്പാണ്. അവിടെ ഒരു ക്ലിഫിലാണ്, ഭയങ്കര രസമാണ്. അതായത് ഒരു ടെമ്പിൾ ക്ലൗഡ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നൊരു ഫീൽ നമുക്ക് തോന്നും അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി അതിനുശേഷം ജെൻലിങ് സ്കൈ വേൾഡിലോട്ട് നമ്മൾ പോകുന്നൊരു വലിയ മോൾ, അതായത് വേൾഡ് ക്ലാസ് അട്രാക്ഷനിൽ പെടുന്ന ഒന്നാണ്. ഒരു തീം പാർക്ക് അവിടെ ഒരു സെറ്റ് ചെയ്തിരിക്കുകയാണ്, അത് കാണാൻ വേണ്ടിയാണ്. അവിടെ നിങ്ങൾ ചിന്തിക്കുന്നതല്ല, ലോകോത്തര എല്ലാ ബ്രാൻഡുകളും ഈ മലയുടെ മുകളിലുണ്ട്. എല്ലാ ബ്രാൻഡുകളും, മിക്ക ഹൈ എൻഡ് ബ്രാൻഡുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. നല്ല കോൾഡ് വെതറാണ്, അതായത് നിങ്ങൾ മലയുടെ മുകളിലല്ലേ, എന്ത് തണുപ്പും മഞ്ഞും എന്നറിയും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ മിസ്സാക്കാതെ തന്നെ വരണം. ഇനി ഇവിടെ നിങ്ങൾ ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 ബിസിനസ് ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഗെയിമിംഗ് VR എക്സ്പീരിയൻസ് ഇവിടെ ഞാൻ കണ്ടേയില്ല. നിങ്ങൾക്ക് ഇവിടെ റെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഒരു സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് തപ്പി കണ്ടുപിടിക്കും. ഇവിടെ ഒരു ഗെയിമിംഗ് VR എക്സ്പീരിയൻസ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും. ഇവിടെ ഉള്ള ഗെയിമിംഗ് പരിപാടികളെല്ലാം പഴയ ജാംബോൻ്റെ കാലത്തെയാണ്. നിങ്ങൾ കൊണ്ടുവരുമ്പോൾ കിഡിലൻ ഗെയിമിംഗ് VR ഒക്കെ കൊണ്ടുവന്ന് നോക്കും, ശരിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ പൈസക്കാർ ഇവിടെ വന്ന് ചാടുന്നുണ്ട്. ഈ 2ാമത്തെ കാര്യം, മൊബൈൽ ആക്സസറീസിൻ്റെ ഷോപ്പുകളും വിരലിൽ എണ്ണാൻ പോലും ഇല്ല. നിങ്ങളിവിടെ മൊബൈൽ ആക്സസറീസിൻ്റെ അട്രാക്റ്റീവ് ചൈനയിൽ നിന്നൊക്കെ സാധനം ഇവിടെ നിങ്ങൾക്ക് ചീപ്പായിട്ട് ഇറക്കാൻ പറ്റും. വന്ന് ഇറക്കി വിറ്റ് നോക്ക്, കിഡിലനായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എന്താണെങ്കിലും ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. കുറേ കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നേ, അടിപൊളിയാകും സംഭവം. ഏതാണേലും ഞങ്ങൾ ഇന്നത്തെ ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. ലാസ്റ്റ് സ്വിമ്മിംഗ് പൂളും ജിമ്മിലും എല്ലാം പോയി. ഈ സ്വിമ്മിംഗ് പൂൾ രാത്രിയിലത്തെ വ്യൂ, ദി ഫേസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നിങ്ങൾ കൈരളി ട്രയൽസിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം, ചീപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളിൽ രാത്രി വന്ന് ഇവിടെ കുറേ ഫോട്ടോസും അട്രാക്റ്റീവായിട്ട് നല്ല ക്ലൈമറ്റും ഒക്കെയാണ്, ഭയങ്കര രസമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് മലേഷ്യ വരണം, ദി ഫേസ് റെസ്റ്റ് ഈ ഹോട്ടലിൽ താമസിക്കണം. കൈരളി ട്രയൽസിൻ്റെ കൂടെ തന്നെ വരാവുള്ളൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്, ശരിക്കും നിങ്ങൾ മലേഷ്യ എൻജോയ് ചെയ്യും. അപ്പം നാളെ അടുത്ത കിഡിലൻ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.